ഒരു വലിയ ഒരു മെഗാസ്റ്റാർ ഇങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസിന്റെ ഒക്കെ കാലം ഏതാണ്ട് കഴിയാറാവുന്നു. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്. കലാമൂല്യം സിനിമയിൽ നിന്ന് നഷ്ടപ്പെട്ടു. പിന്നെ വ്യവസായമായിട്ട് ഇതിനെ ഇപ്പൊ പ്യൂർലി വ്യവസായമായിട്ട് കാണുകയാണ്. നമുക്കൊരു വളരെയധികം ആകർഷണീയത തോന്നിയിരുന്ന മീഡിയമാണിത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മൂവീസ് വരുമായിരുന്നു. ഒരു മാറ്റം ഈ വർഷം, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടു. നല്ല നല്ല മൂവീസ്, പുതിയ പുതിയ ഡയറക്ടേഴ്സ്, പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ വന്ന് നല്ല തോട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ഒരു ഈ വ്യവസായത്തിന് തന്നെ ഒരു എൻഡിങ്ങിലോട്ട് പോകും ചിലപ്പോൾ. കാരണം ഇതിന് മുൻകാലങ്ങളിലുള്ള ആർട്ട് ഫോംസ് എടുത്ത് നോക്കിയാൽ മതി. ഇപ്പം നാടകം ഒരു കാലത്ത് വളരെ ശോഭിച്ചു നിന്ന സമയമാണ്. അങ്ങനെയുള്ള ഒരു സിനിമാ ചരിത്രം ആവട്ടെ ഇനി ഫ്യൂച്ചറിലേക്ക്. അതിൻ്റെ ഒരു മിഡിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇതൊക്കെ അങ്ങ് മാഞ്ഞു പോവും. പിന്നെ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് തോട്ട് എപ്പോഴും ഉണ്ടല്ലോ. ഏതൊരു ആർട്ട് ഫോം ആണെങ്കിലും നമ്മൾ അത് നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വ്യൂവേഴ്സ് സിൻസിയറായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള ചേഞ്ചസ് ഇനിയിപ്പോഴത്തേക്ക് പുതിയ യുഗത്തിൽ വന്നുകൂടാകുകയും ഇല്ല. ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സിനിമ എന്ന് പറയുന്നത് അതിനകത്തൊരു നല്ല കണ്ടന്റ് വേണം. ഈ പറയുന്ന ഒരു വലിയൊരു സ്റ്റാറിന്റെ ആവശ്യം ഇപ്പൊ സത്യത്തിലില്ല. അത് സിനിമ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അറ്റ് പ്രസന്റ്. എന്റർടൈൻമെന്റ് ആയിരിക്കണം. അത് നമുക്ക് ഒത്തിരി റിലാക്സ്ഡ് ആവാൻ വേണ്ടി നമ്മൾ തിയേറ്ററിൽ പോകുന്നു ഫാമിലി ആയിട്ട്. ആ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു 200 rupees മുടക്കുമ്പോൾ ഇറ്റ്സ് വേർത്ത് ആവണം. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ റിവ്യൂ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയ ഒരു മെഗാസ്റ്റാർ ഇങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസിന്റെ ഒക്കെ കാലം ഏതാണ്ട് കഴിയാറാവുന്നു. 2.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഓക്കെ, മനസ്സിനൊരു സന്തോഷം, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ വി ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് മൂവി. അപ്പൊ നമ്മൾ പബ്ലിസിറ്റി ആയിട്ട് നല്ല മൂവി എന്ന് പറയും. ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന തന്നെ റിവ്യൂസ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ ഒരു മേഖലയിൽ റിവ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാനും റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ മിക്കവാറും 2ാമത്തെ ദിവസമൊക്കെയാണ് സിനിമ കാണുന്നത്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ എടുത്തിട്ടാണ് പോണത്. അതുകൊണ്ട് ഞാൻ പല സിനിമകളും ഒഴിവാക്കാറുമുണ്ട്. അപ്പൊ ഞാൻ താരങ്ങളുടെ ഒരു കാലഘട്ടം ഏതാണ്ട് അവസാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. പക്ഷെ താരങ്ങൾക്കും കോണ്ടന്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ അതും വർക്ക് ആവുന്നുണ്ട് അല്ലേ. നമസ്കാരം, അമൃതാണ്. അണ്ണന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? അണ്ണൻ ഇപ്പൊ ഇത്രയും നാളായിട്ട് സിനിമ കണ്ടിട്ട് അണ്ണന്റെ ഒരു പെർസ്പെക്റ്റീവിലോട്ട് നമുക്ക് അതും കൂടെ കണക്ട് ചെയ്ത് പോകാം. അതായത് അമൃത് പറയുന്ന ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ് സിനിമ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ വളരെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മീഡിയമാണ്. കുട്ടിക്കാലം തൊട്ട് സിനിമ കണ്ടു വളർന്നതാണ്. ചെറിയ ഓലക്കെട്ടിടത്തില് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. നസീർ, സത്യൻ, ആ യുഗം തൊട്ട്. പിന്നെ നമ്മുടെ ഇപ്പൊ പറഞ്ഞ 80s-ലാണ് ഈ സിനിമയുടെ ഒരു പീക്കിംഗ് അല്ലെ, ഒരു സുവർണ കാലഘട്ടം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 80s-ആണ്. 80s-ലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ. അന്ന് നല്ല എഴുത്തുകാരുണ്ടായിരുന്നു. എഴുത്തുകാര്, നല്ല ഡയറക്ടേഴ്സ്. പിന്നെ ഈ സ്റ്റാർഡം അത്ര അങ്ങോട്ട് പീക്കിൽ വന്ന സമയമല്ല. അപ്പൊ ഈ സ്റ്റാർഡം എന്ന് പറയുന്നത് നമ്മുടെ ആക്ടേഴ്സിന് എല്ലാവരുടെയും അഭിനയ തികവിന് അത് കണ്ടെത്തി ഉള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും നമുക്കുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് മനോഹരങ്ങളായ സിനിമകൾ നമുക്ക് അന്നില്ല. അതെല്ലാം കുടുംബസമേതം കാണുവാനും പിന്നീട് ഗാനങ്ങൾ നല്ലത്, ഇതെല്ലാം. അപ്പൊ നമുക്കൊരു വളരെയധികം ആകർഷണീയത തോന്നിയിരുന്ന മീഡിയമാണിത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മൂവീസ് വരുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തില് അത് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. സിനിമ എന്ന് പറയുന്ന വ്യവസായം മാറി. OTT പ്ലാറ്റ്ഫോമിലേക്ക് അത് വന്നു. തിയേറ്ററിലേക്ക് ആളുകളുടെ കുറവ്, കോമ്പറ്റീഷൻ. പിന്നെ ഈ മറുഭാഷ ചിത്രങ്ങൾ, ഇപ്പൊ തെലുങ്ക്, തമിഴ് അങ്ങനെയുള്ള ചിത്രങ്ങളോടൊപ്പം നിൽക്കണമെന്നുള്ള ഒരു വാശി, ഒരു കോമ്പറ്റീഷൻ. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ സിനിമയുടെ മുഖം തന്നെ മാറി. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നടന്മാരെല്ലാം സൂപ്പർ സ്റ്റാർസ് ആയി മാറി. അപ്പൊ അവരെ ഫാൻ ബേസ്ഡ് സിനിമാസ് വന്നു തുടങ്ങി. അപ്പോൾ കണ്ടന്റിന്റെ ഒരു അഭാവം ഇപ്പൊ ഉണ്ട് സിനിമയിൽ. അത് ട്രൂ ആണ്. പക്ഷെ ഒരു മാറ്റം ഈ വർഷം, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടു. നല്ല നല്ല മൂവീസ്, പുതിയ പുതിയ ഡയറക്ടേഴ്സ്, പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ വന്ന് നല്ല തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയും എനിക്ക് തോന്നുന്നത് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് മാറി നമ്മുടെ ഈ വീടുകളിലെ സ്ക്രീനില് വന്ന് ഇഷ്ടമുള്ളവർക്ക് കാണാന്നുള്ള സിറ്റുവേഷനിലേക്ക് ആയിരിക്കും ഇനിയുള്ള യാത്ര. OTT-യും കൂടെ കണക്ട് ആവും. അതെ. ഇപ്പൊ OTT-യിൽ വരുന്ന മൂവീസ് ഇപ്പൊ നമ്മള് TV-യിൽ കാണുന്നത് മാറിയിട്ട് ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം വരുമ്പോഴത്തേക്ക് മിക്കവാറും നമ്മൾ ഈ സ്പേസിൽ ഈ മൂവി കാണുന്നത് വീട്ടിൽ ഇരുന്ന് തന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു വ്യൂയിങ് ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോഴത്തേക്ക് ഈ കണ്ടന്റ് ബേസ്
മൂവീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പുതിയ ജനറേഷനിലുള്ള കുട്ടികൾ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഇവരിപ്പോൾ കൂടുതലും സെർവ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത്. പിന്നെ ട്രെൻഡ് അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സിനിമയ്ക്കകത്ത് വരുന്ന വയലൻസ്. അതെ 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 അതെ. എനിക്കത് അനുഭവപ്പെട്ടു തുടങ്ങി എപ്പോഴെന്ന് അറിയാം. ശരിക്കും അനിമൽ എന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നു. അതെ അതെ. സോ ആദ്യം അനിമലിന്റെ ഒരു കണ്ടന്റ് എനിക്ക് കുറെയൊക്കെ എന്നെ കൺവിൻസ് ചെയ്തു. പക്ഷെ എങ്കിലും അതിനകത്ത് വരുന്ന എക്സ്ട്രീം വയലൻസ് ഒട്ടും കൺവിൻസിങ് അല്ല. കാരണം നമുക്ക് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിലും ഒരു കുട്ടിക്കാലം മുതലുള്ള ട്രോമാറ്റിക് കിഡിന്റെ അച്ഛനോടുള്ള ഒരു ആർഡൻ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹാർഡ് കോർ സ്നേഹത്തിന്റെ ഒരു സംഭവം, ഒരു സ്നേഹബന്ധം അതിനകത്ത് ആ ബോണ്ടേജ് ആണ് ആ ഒരു വയലൻസിലോട്ട് ആ കുട്ടിയെ കൊണ്ടുപോകുന്ന രീതിയിലാണ് അത്. അപ്പൊ നമ്മൾ കഥയിലോട്ട് പോകുന്നില്ല, പക്ഷെ എങ്കിലും അങ്ങനെയാണ് അത് കാണിച്ചത്. അത് എവിടെയൊക്കെ എന്നെ ഒന്ന് കുറച്ച് കൺവിൻസ് ചെയ്തുവെങ്കിലും അന്ന് ഞാൻ ശ്രദ്ധിച്ചറിയാവുന്ന അതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു ട്രെൻഡ് ആ സിനിമ ഉണ്ടാക്കിയ പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാക്കിയ ഒരു തരംഗം, അത് അന്ന് കണ്ടപ്പോ എനിക്ക് തോന്നിയിരുന്നു വയലൻസിന് ഇവിടെ ഒരു വലിയ മാർക്കറ്റ് വരാൻ പോവുക, വയലൻസ് മൂവീസിന്. അത് പിന്നെ നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് കണ്ട സിനിമയാണ് ഉണ്ണിമുകുന്ദന്റെ മാർക്കോ. അവര് തുടക്കം മുതൽ അതിനെ പ്രൊമോട്ട് ചെയ്തതും എല്ലാം ദിസ് ഈസ് എ പ്രോഡക്റ്റ് വിച്ച് ഇസ് അൾട്ടിമേറ്റ് വയലൻസ് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്ത് അത് മാർക്കറ്റിൽ വിജയിക്കുകയും ചെയ്യുന്നു. അപ്പൊ അന്ന് അനിമൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു 1 year കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കില്ലെന്ന് പറഞ്ഞൊരു മൂവി ഹിന്ദിയിൽ, അത് എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു, മോർ കൺവിൻസിങ് ആയിരുന്നു. കാരണം അതിനകത്ത് NSG കമാൻഡോസ് ആയിട്ടുള്ള ട്രെയിനിനകത്ത് നടക്കുന്ന സംഭവം. പക്ഷെ എങ്കിലും NSG കമാൻഡോസ് ആണ് അതിന്റെ ഓപ്പോസിറ്റ് വന്നുകൊണ്ട് നമുക്കും അതൊരു ഫയർ ഉണ്ടാക്കി. കാരണം അവര് അൾട്ടിമേറ്റ്ലി ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ അവിടെയും വയലൻസിന്റെ എക്സ്ട്രീമാണ് കാണിച്ചത്. പല ഷോർട്സിലും ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണടച്ചിരുന്നായിരുന്നു. അത്രയ്ക്കുള്ള മനക്കരുത്ത് നമുക്കില്ല. അപ്പൊ അതും ഹിറ്റായി, അതിനൊരു നല്ല വെൽക്കമിങ് കിട്ടി. സോ ദാറ്റ് മീൻസ് ട്രെൻഡ് വണ്ണം പറഞ്ഞ കണക്ക് കൊമേഴ്സ്യൽ ഇതൊരു വലിയ വ്യവസായമായി മാറിയപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ പണം ഉണ്ടാക്കാം, അതിനുവേണ്ടി എന്തും നമുക്ക് ആളുകൾക്ക് സെർവ് ചെയ്ത് അതിൽ നിന്ന് പണം ഉണ്ടാക്കാം. അപ്പൊ അവിടെ ഒരു എവിടെയൊക്കെയോ ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ആക്ടർ, ഓഫ് ആൻ കണ്ടന്റ് ക്രിയേറ്റർ, അത് എവിടെയൊക്കെയോ നല്ലതായിട്ട് ലൂസ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഈ എമ്പുരാൻ വന്നപ്പോഴും എനിക്കൊട്ടും കൺവിൻസ്ഡ് ആയിരുന്നില്ല, ടു ബി ഫ്രാങ്ക്. കാരണം നമുക്ക് സമൂഹത്തിൽ ഓരോ സ്പർദ്ധകൾ ഇങ്ങനെ അതിന്റെ വിത്തുകൾ പാകി അതിൽ നിന്ന് പണം ഉണ്ടാക്കാം, ഒരു കണ്ടന്റ് ക്രിയേറ്റർക്ക് പണം ഉണ്ടാക്കാം. ബട്ട് അറ്റ് ദി സെയിം ടൈം അതിന്റെ റിഫ്ലക്ഷൻസ് എങ്ങനെയൊക്കെ ആളുകളിൽ വന്ന് പതിക്കുന്നു എന്നുള്ളത് നമുക്കത് ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല. അതൊക്കെ നമുക്ക് കണ്ടറിയാനേ പറ്റും, അല്ലെ? അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്തുകൊണ്ട് ആക്ടേഴ്സ് എടുക്കുന്നില്ല? അല്ലെങ്കിൽ ഇതൊരു വ്യവസായം കൊണ്ട് നമുക്ക് എന്തും വിറ്റ് ജീവിക്കാം എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും. അതാണ് അണ്ണന്റെ ഒരു ഒബ്സർവേഷൻ. എന്തായിരിക്കും അതിനെ കുറിച്ചുള്ള എന്റെ ഒബ്സർവേഷൻ? ഇത് സിനിമയിൽ കല പോയി ആർട്ട് എന്ന രീതിയിലുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇല്ല. ഇപ്പൊ അമൃത് പറഞ്ഞതുപോലെ ഇപ്പൊ അവര് മുടക്കുന്ന പണം അവർക്ക് തിരിച്ചു കിട്ടണമെന്നുള്ളൊരു വാശി ബിസിനസ് ആവുമ്പോൾ ഉണ്ടാവും. പക്ഷെ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, അത് ഇപ്പൊ ഈ എമ്പുരാൻ സിനിമ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഒരു നെഗറ്റീവ് ഷോക്ക് മാർക്കറ്റിംഗ് എന്നാണ് ഇപ്പൊ ഉദ്ദേശിച്ചത്. അതായത് നെഗറ്റീവായിട്ട് ഇതിനെ കൊണ്ടുവരികയും പിന്നീട് അതിനുള്ളിലെ കണ്ടന്റ് കോൺട്രവേഴ്ഷ്യൽ ആക്കി വെക്കുകയും പിന്നെ ഇതെല്ലാം കളക്റ്റീവ്ലി എല്ലാവരും കൂടി ഇതിനെ സബ്ജക്റ്റിനെ ഡിസ്കസ് ചെയ്യും. അതിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇതെല്ലാം പ്ലാൻഡ് ആയിട്ട് അവർ ഓരോരോ ഡിസ്കഷൻസ് വെച്ചിട്ട് ഈ സൈക്കോളജിക്കലായിട്ട് പ്രേക്ഷകന്റെ മനസ്സിൽ ഈ സിനിമയിൽ എന്തോ ഉണ്ട് എന്ന് ഉണ്ടാക്കി തീർത്തിട്ട് മിനിമം ഡേയ്സിനുള്ളിൽ മാക്സിമം ആളുകളെ കൊണ്ട് വിജയിപ്പിക്കുക എന്നുള്ള ഒരു ഷോക്ക് മാർക്കറ്റിംഗ് എന്നാണ് അത് പറയുന്നത്. അത് നല്ലതല്ല. ഒന്നാമത് കേരളം മാർക്കറ്റിംഗ് ഷോക്ക് മാർക്കറ്റിംഗ് അതൊരു പുതിയ വേർഡ് ഇപ്പൊ പറയുന്നതാണ്. അതായത് ഈ നെഗറ്റീവ് ആണ് ഇത് ഉള്ളത് മൂവിയുടെ അകത്ത്, പക്ഷെ അതിനകത്ത് എന്തോ ഉണ്ട് എന്ന് മനുഷ്യ മനസ്സുകളെ കൊണ്ട് എത്തിക്കുകയും അപ്പൊ അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവർക്ക് വരികയും പിന്നെ ഇതിൽ പല മേഖലകളിലും ഇത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും, ചർച്ച ചെയ്യപ്പെടും. ഇപ്പൊ നമ്മുടെ നിയമസഭയിൽ ചർച്ച ചെയ്തു, മിനിസ്റ്റേഴ്സ് പാർലമെന്റിൽ ഇതിനെപ്പറ്റി ഡിബേറ്റ് വന്നു. അപ്പൊ ദിവസം ചാനൽ ചർച്ചകളാണ്. അപ്പൊ ഇതെന്താണ് ഇതിൽ ഇനി ഞാൻ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ വരെ മാർക്കറ്റിംഗ് ചെയ്തിട്ട് സിനിമ ആളുകളെ കൊണ്ട് കാണിപ്പിച്ച് അതിന് മാക്സിമം റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഇൻഡസ്ട്രിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല. കാര്യം അവർ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നാല് ഇപ്പൊ പൈസ ഉണ്ടെങ്കിലേ അടുത്ത മൂവി അവർക്ക് എടുക്കാൻ പറ്റില്ല.
നിലനിൽപ്പിന്റെയും കൂടെ ആവശ്യം ഇതിലുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഏത് രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കുക എന്നുള്ളത് സൊസൈറ്റിയെ കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സിനിമയിൽ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു വരെയാണ്. ക്രിയേറ്റിവിറ്റി പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ഒരാള് ലോഡ്ജ് അല്ലെ റൂമിൽ അടച്ചിരുന്നിട്ട് പുള്ളിയുടെ ഒരു തോട്ട് പ്രോസസ് എന്നാണ് സംതിങ് വിൽ കം ഔട്ട് വരുന്നത്. അതൊരു ക്രിയേറ്റീവ് സൈഡാണ്. ഇപ്പോഴും വന്ന രീതി എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്റർനാഷണലി ഈ സിനിമകളെല്ലാം ഓപ്പൺ ആയി, എല്ലാ മൂവീസും എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അപ്പൊ ഈ ഫിലിം ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് അവരൊരു ടീം ആവുകയാണ്. അവരൊരാളായിട്ടല്ല ഇരിക്കുന്നത്. അവരൊരു ബഞ്ച് ഓഫ് പീപ്പിൾ ഗെറ്റ് ടുഗദർ ആൻഡ് ദേ വിൽ വാച്ച് ദിസ് ഓവർസീസ് മൂവീസ്. ആരും വാച്ച് ചെയ്യാത്ത പല ഭാഷകളിലും ഇപ്പൊ കൊറിയൻസിലൊക്കെ നല്ല മൂവീസ് ഉണ്ട്. കൊറിയൻ, ചൈന, ഇംഗ്ലീഷ്, ഹോളിവുഡിലത്, പിന്നീട് ഫ്രഞ്ച്. അപ്പൊ ഇതിൽ പോയി നോക്കിയിട്ട് ഏതെങ്കിലും നല്ല ഒരു കണ്ടന്റ് അവിടെ സക്സസ് ആയ സാധനം ഇവര് ആ ഒരു പ്ലോട്ട് എടുക്കുകയും അത് എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം, ഇതിനൊരു കളക്റ്റീവായിട്ട് ഒന്ന് ചിന്തിച്ച് ഇതിന് വേണ്ടെന്നുള്ള ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം വെച്ച് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുകയും പിന്നെ അതൊരു വേറെ ആയിരിക്കും. അപ്പൊ ഇതില് ക്രിയേറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ വളരെ ശുഷ്കമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തെടുക്കുന്ന തിയേറ്ററിൽ അവരുടെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഒരു ആക്ടറിനെ കൊണ്ട് ഈ സിനിമ സെല്ല് ചെയ്യുക, മാക്സിമം പൈസ ഉണ്ടാക്കുക. പിന്നെ ആ ഒരു പടം വെച്ചുകൊണ്ട് തന്നെ അവരുടെ പേരിൽ അടുത്ത ഒരു മൂവിയിലേക്ക് അവർക്കൊരു ആക്സസ്, ഒരു സെക്കൻഡ് ത്രെഡും കൂടെ ഇട്ട് വെക്കും. അതിപ്പോ നമ്മളെ ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ റിലീസ് ചെയ്ത മൂവീസ് ഒക്കെ എടുത്ത് സെക്കൻഡ് പാർട്ടുണ്ടെന്നുള്ള രീതി വെച്ചിട്ട് ഈ ട്രാക്ക് പിടിച്ച് വീണ്ടും ഒന്നും കൂടെ പോവാം. അവിടെ എന്ത് പറ്റുന്നെന്ന് വെച്ചാൽ ഈ ക്രിയേറ്റിവിറ്റി അങ്ങ് നശിക്കുകയാണ്. ഇപ്പൊ ഈ മൊബൈലൊക്കെ വന്നുകൊണ്ട് എപ്പോഴും ഇതിൽ തന്നെ നോക്കിയിരിക്കുക, അല്ലാതെ ഏകാന്തമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെയുള്ള ആരും പറയാത്ത സൃഷ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ലോഹിതദാസ്, നമ്മള് പത്മരാജൻ, ഭരതൻ ഡയറക്ടർ സൈഡില്, പിന്നെ സ്ക്രിപ്റ്റ് എഴുതിയതിൽ ഈ ഏറ്റവും നല്ല സ്ക്രിപ്റ്റുകളിൽ ലോഹിതദാസ്, പത്മരാജൻ, പിന്നെയുണ്ട് നല്ല നല്ല റൈറ്റേഴ്സ്. അവര് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവര് തന്നെ കണ്ടെത്തിയിട്ടുള്ള മൂവീസാണ്, അവര് എഴുതി ഉണ്ടാക്കിയതാണ്. ശ്രീനിവാസൻ, അപ്പൊ അന്ന് ആ ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് പൊളിറ്റിക്കലി നല്ല കണ്ടന്റ്സ് ഉണ്ടാക്കിയിരുന്നത് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെയൊക്കെ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ജെനുവിൻലി വരുന്നതാണ്. അപ്പൊ അന്ന് കണ്ട് ആസ്വദിച്ചിരുന്ന നമ്മളെപ്പോലുള്ള ഈ പ്രേക്ഷകന് ഇപ്പോൾ വരുന്ന സിനിമകൾ കാണുമ്പോഴത്തേക്ക് ഈ ബഹളവും ഇതുമൊക്കെ എന്താണെന്ന് അതിശയപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ആസ്വാദന എന്താണ് ഒരു സ്വാദ് നഷ്ടപ്പെടുകയാണ്. പക്ഷെ അതർ സൈഡില് ഇവര് വിജയിക്കുന്നുണ്ട്. കാര്യം യങ് ജനറേഷൻ അത് പറഞ്ഞപ്പോ എനിക്ക് അതൊന്ന് ആഡ് ചെയ്യാനുണ്ട്. അതായത് അണ്ണൻ പറഞ്ഞ ഇതാണക്ക് നമ്മുടെ ഭാവനയിൽ ഉണ്ടാക്കുന്ന സാധനത്തിന് പകരം എവിടെന്നോ ഒത്തിരി ഒരു സാധനം, ഒരു ത്രെഡ് എടുത്ത് അതിനെ പുതിയൊരു സാധനമാക്കി മാറ്റി ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് കണ്ടന്റ് അല്ലെ മാറ്റി പുതിയൊരു ഫോർമാറ്റിലോട്ടാക്കി കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് ഓഫ് തിയേറ്റേഴ്സ് ഞാൻ മനസ്സിലാക്കുന്നത്, തിയേറ്റർ ഒരുപാട് മോഡേണൈസ് ആയിട്ട് ഇപ്പൊ സൗണ്ടിങ് ഒരു ഭയങ്കര ഫാക്ടറാണ്. അപ്പൊ ഞാനിപ്പോ പല സിനിമകളും കാണുമ്പോൾ ഞാൻ ടെക്നിക്കലി സൈഡ് നോക്കുന്നത് ഇതുകൊണ്ടാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ഒരു ഫ്ലേവർ, അതായത് നമുക്ക് വർത്ത് ആകാനായിട്ട് കണ്ടന്റ് ചിലപ്പോൾ ലൂസ് ചെയ്താലും ഓക്കെ, ടെക്നിക്കൽ സൈഡിലെ ബ്രില്യൻസ്, സിനിമാറ്റോഗ്രഫി, ഓഡിയോഗ്രഫി പണ്ടൊന്നും എനിക്ക് തോന്നുന്നു ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കാണുമ്പോഴാണ് അന്ന് ഈ ചാനലിലൂടെ സ്പീക്കേഴ്സ് ഉള്ള ഒരു പരിപാടിയുണ്ട്. അന്നൊക്കെ ചാനൽസ് ആണ് ഇങ്ങനെ ഓടുന്നത്. അപ്പൊ ഈ ഇപ്പോഴത്തെ അറ്റ്മോസ് ഒന്നും ഇല്ല, പക്ഷെ എങ്കിലും മറ്റേ മോഹൻലാൽ ആ വടി കറക്കി എറിയുമ്പോൾ അതിനകത്തൊരു സൗണ്ട് ഇവിടെ കൂടെയൊക്കെ എവിടെയൊക്കെ പോയെന്ന് തോന്നും, അത്രേ ഉള്ളൂ. പക്ഷെ ഇന്നങ്ങനല്ല. ആ സൗണ്ടിങ്ങിന് കൊടുക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള അഡീഷണൽ പ്രോഗ്രാമിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അപ്പൊ ഇങ്ങനെ കുറച്ച് ഫ്ലേവേഴ്സ് ഇതിൽ ആഡ് ചെയ്താൽ, അതായത് നമ്മളിപ്പോ ഒരു വിദേശ സാധനമാണെങ്കിൽ പോലും അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അറ്റ്മോസിന്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ വിഷ്വൽ അപ്പീൽ, സിനിമാറ്റോഗ്രാഫിയിലുള്ള വിഷ്വൽ അപ്പീൽ, ഇങ്ങനെ കുറെ സാധനങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇതിലോട്ട് ചേരാമ്പടി ചേർക്കുമ്പോൾ അതൊരു ചെറിയൊരു തിയേറ്റർ അനുഭവം തരുന്നുണ്ട്. പക്ഷെ കോണ്ടന്റിലോട്ട് ചിലപ്പോൾ നമുക്ക് അത്രയും കണക്ട് ആയില്ല, അത്രയും വലിയൊരു കോണ്ടന്റ് അല്ലെങ്കിൽ പോലും ഇത്രയൊക്കെ കാണുമ്പോഴത്തേക്കും കുറെ പണിയെടുത്തിട്ടുണ്ട്, അതിനൊരു വാല്യൂ കൊടുക്കാം എന്ന് നമ്മൾ വയ്ക്കും. അതെണ്ണം പറഞ്ഞാൽ കറക്റ്റ് ആണെന്ന് വെച്ചാൽ
അതിനകത്തൊന്നും കാണണമെന്നില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ ഒരു ഗെയിം പോയിരുന്ന് കാണുമ്പോൾ അവിടെ ഉള്ള ആരവങ്ങളും ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് കിട്ടിയാൽ ഒരു പ്രേക്ഷകൻ, ഒരു ആവറേജ് ഇന്നത്തെ ജനറേഷൻ, ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ കറണ്ട് ജനറേഷൻ അതിൽ ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആവും. അതൊരു പോയിന്റ്. ആ വ്യൂവേഴ്സിനാണ് ഇപ്പൊ ടാർഗറ്റ് പക്ഷെ നല്ല സിനിമകള് ഇനി ഇപ്പൊ 80s ഉണ്ടായിട്ടുള്ള ആ സിനിമകളൊക്കെ ഇനി ഉണ്ടാവണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനും സാധ്യമല്ല. കാരണം അന്ന് ഉണ്ടായിരുന്ന എഴുത്തുകാരിന്നില്ല, എല്ലാം മാറി. KG ജോർജ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഐ ഹാവ് സീൻ ഇൻ മലയാളം സിനിമ. KG ജോർജ് റൈറ്റിംഗും ഉണ്ട്, പക്ഷെ ഡയറക്ഷൻ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അദ്ദേഹത്തിനൊക്കെ അടുത്ത് പോയി ഡയറക്ഷൻ പഠിച്ചവരാണ് പിന്നെ വന്നവരെല്ലാം. അപ്പൊ നമ്മളൊക്കെ ആ എറയിൽ കണ്ടാണ് മൂവീസ്. അപ്പൊ ആ മൂവിയൊക്കെ രുചിച്ചിട്ട് ഇപ്പോഴേ ഉള്ള മൂവികളെ കാണുമ്പോൾ നമുക്കറിയാം ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി ഈ സിനിമ കൊണ്ട് പ്രസന്റ് ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്. കലാമൂല്യം സിനിമയിൽ നിന്ന് നഷ്ടപ്പെട്ടു. പിന്നെ വ്യവസായമായിട്ട് ഇതിനെ ഇപ്പൊ പ്യുവർലി വ്യവസായമായിട്ട് കാണാൻ. അപ്പൊ സിനിമാ വ്യവസായത്തിനും ചുതി ഉണ്ടായത് ഇപ്പൊ തിയേറ്ററിലേക്ക് ആളില്ല, OTT വന്നു. ആ ഒരു സിസ്റ്റത്തിനെ അവർ സർവൈവ് ചെയ്യിപ്പിക്കണം. അവസാനത്തെ കാലിട്ടടി എന്ന് പറയാം അല്ലേ. പക്ഷെ അവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഞാൻ ഇപ്പൊ കുറെ നാളുകളായിട്ട് സിനിമയായിട്ട് നല്ല സിനിമകൾ ഞാൻ റിവ്യൂസ് വാച്ച് ചെയ്യാറുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ചില ന്യൂ ജനറേഷൻസിൽ ഈ അണ്ണം പറഞ്ഞ കണക്കുള്ള ഒരു ഏകാഗ്രമായിരുന്നു പോയി ചിന്തിച്ചൊരു വലിയ ഭാവന ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നത്തെ ജനറേഷൻ എങ്ങനെ പോകുന്നു എന്നുള്ള ആ ജനറേഷന്റെ ഇടയിലുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ത്രെഡ് ഉണ്ടാക്കി അത് വർക്കൗട്ട് ആക്കുന്ന സിനിമകളും ഉണ്ട്. ഇപ്പൊ പ്രേമലുവിന് ഒരു നല്ല എക്സാമ്പിൾ. അപ്പൊ അങ്ങനെയുള്ള അതുപോലുള്ള കൊച്ചു കൊച്ചു സിനിമകൾ വരുന്നുണ്ട്. കൊച്ചു കൊച്ചു സിനിമകളാണ്, പക്ഷെ സെയിം ടൈം നമുക്ക് ഫുൾ എന്റർടൈൻമെന്റ് ആണ്. ഒരു സ്ഥലത്തും അവിടെ നമുക്ക് ഒരു ഓഫ് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഒരു എന്താ പറയാ, ഒരു റോ കണ്ടന്റ് പോലെ സിനിമകൾ എടുക്കുന്ന അങ്ങനെ കുറെ നല്ല സിനിമകൾ വരുന്നുണ്ട്. ഞാൻ അതിനെ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു സൈഡിൽ ജനറേഷൻ മാറി, ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇപ്പൊ അണ്ണന്റെ ആസ്വാദന ഒരു ലെവലിലായിരിക്കണമെന്നില്ല, ഇന്നത്തെ ജനറേഷൻ ആസ്വാദന ലെവൽ മാറി. അപ്പൊ അതിനനുസരിച്ച് നോക്കുമ്പോ ഇപ്പൊ എന്റെ ടേസ്റ്റിൽ നിന്നും മാറി കഴിഞ്ഞു അടുത്ത ജനറേഷൻ. പക്ഷെ എനിക്ക് പോലും ഒരു പരിധി വരെ ആ ഒരു ന്യൂ ജനറേഷന്റെ കുറെയൊക്കെ ഇഷ്ടപ്പെടുന്നതിന് കാരണം ഈ ന്യൂ ജനറേഷൻ എങ്ങനെയാണ് അത് നന്നായിട്ട് പോർട്രേ ചെയ്ത് കാണിക്കാൻ ചില ഡയറക്ടേഴ്സ് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നന്നായിട്ട് വർക്കും ആവും. അവരാണ് ശരിക്കും ഇതിനകത്ത് വളരെ ഹ്യൂജ് അപ്രീസിയേഷൻ അർഹിക്കുന്നത്. കാരണം ഇത്രയും അധപ്പതിച്ച് എന്തും വിറ്റ് ജീവിക്കാം എന്നുള്ളൊരു അവസ്ഥയിൽ സിനിമാ മേഖല എത്തി നിൽക്കുമ്പോഴും അതിനിടയിൽ നല്ല കണ്ടന്റ്സ് സെർവ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നതിന് രീതിയിൽ ഹാറ്റ്സ് ഓഫ്. അങ്ങനെയുള്ള കുറച്ച് നല്ല മൂവീസ് നമ്മൾ ഈയിടയ്ക്ക് കണ്ടു. പൊന്മാൻ സിമ്പിൾ കണ്ടന്റ്, പക്ഷേ നല്ല രീതിയിൽ എടുത്തു. പിന്നെ വേറൊരു മൂവി അതിന്റെ കൂടെ തന്നെ വന്ന് സക്സസ് ആയൊരു മൂവി ഉണ്ടല്ലോ പൊന്മാൻ. അല്ല, അങ്ങനത്തെ സിനിമകൾ ഒരു പബ്ലിസിറ്റി ഇല്ലാതെ വർക്ക് ആവും. ഓക്കെ, അതെ അതെ, സക്സസ് ആവുന്നുണ്ട്. അതാണ് മൗത്ത് പബ്ലിസിറ്റി, ജെന്യൂൻ മൗത്ത് പബ്ലിസിറ്റി. സൂക്ഷ്മദർശിനി എന്ന് സൂക്ഷ്മദർശിനി അത് നന്നായിരുന്നു. പിന്നെ വിജയരാഘവൻ ലീഡിൽ വന്ന ഒരു മൂവി ഉണ്ടല്ലോ മറ്റേ, അതും വളരെ നല്ല സിനിമയുടെ പേരെനിക്ക് കിട്ടുന്നില്ല. ആസിഫ് അലി വിജയരാഘവൻ ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആയിരുന്നു. സിനിമാറ്റോഗ്രാഫിക്കലി ഒരു ആ രീതിയിലുള്ള തോട്ട് പ്രോസസ്സും മേക്കിങ്ങും ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് ഈ മണി ജനറേഷൻ ഉണ്ടാക്കാം. വർക്കാവും. പക്ഷെ അതിന് ഈ പറഞ്ഞ കണക്ക് അവിടെ ആ ലെവലിലൊരു ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ഒരാളുടെ ഡെഡിക്കേഷനാണ് അതിന്റെ വർക്ക്. അപ്പൊ ആള് വെറും ഒരു മണി മൈൻഡഡ് ആയിട്ടല്ല അത് തിങ്കിങ് നടത്തിയിരിക്കുന്നത്. അടുത്ത ഇതിൽ രണ്ട് രീതിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പൊ ഒരു അനാലിസിസ് നടത്തിയപ്പോ, ഒന്ന് ഒരു ആക്ടറുടെ ഡേറ്റ് കിട്ടുന്നു, ഒരു ബിഗ് എക്സിസ്റ്റിംഗ് ഭയങ്കര ഹൈ പ്രൊഫൈൽ ആക്ടറുടെ ഡേറ്റ് കിട്ടുന്നു, അതിനനുസരിച്ച് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, അത് എഴുതിയുണ്ടാക്കി അത് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നു. പക്ഷെ അതേസമയം ഒരാളുടെ ഭാവനയിൽ ഒരാളൊരു സങ്കല്പത്തിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നു, അയാൾ ഇത് കൊണ്ടുപോയി ഒരു പ്രൊഡ്യൂസറെ സമീപിക്കുന്നു, പ്രൊഡ്യൂസർ അതിന് പറ്റുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആക്ടേഴ്സ് ഒരുപാടുണ്ട്. ഇന്ന ആക്ടറെ തന്നെ അതിനു വേണ്ടി കാസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ആക്ടർ തന്നെ ഒരു ടീമിനെ ഉണ്ടാക്കുന്നു, അത് സിനിമയാകുന്നു. ചിലപ്പോൾ അത് ഈ മനസ്സിൽ കണ്ട ആളിന്റെ ഭാവന പോലെ അത് സ്ക്രീനിൽ
ഔട്ട്പുട്ടായിട്ട് വരികയും ചെയ്യും, സിനിമയായി നല്ല സിനിമയായി മാറും. അതേസമയം ഇങ്ങനെ ഒരു മെഗാ ഇതുള്ള ഒരാളിനെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വെച്ച് മാർക്കറ്റ് ചെയ്ത് പ്യുവർ മാർക്കറ്റ് ചെയ്ത് വെറും പണം ഉണ്ടാക്കാനുള്ള ഒരു പ്രോഡക്റ്റ് മാത്രമായി അത് മാറുന്നു. അതെ അതെ, അതിനുള്ള എക്സെപ്ഷൻ ആയിട്ടുള്ള കുറെ നല്ല മൂവീസ് ഞാൻ എനിക്കൊന്ന് 2-3 വർഷത്തിനിടയിൽ കണ്ടതിൽ നായാട്ട് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അത് ബെസ്റ്റ് സ്ക്രിപ്റ്റാണ്. അത് അതില് മോഹൻലാലോ മമ്മൂട്ടിയോ ഒക്കെ അഭിനയിച്ചാല് ഈ പടം കുറെ കൂടെ ലിഫ്റ്റ് ആവും. ഈ ജോജു എന്ന് പറഞ്ഞ ആക്ടർ അഭിനയിച്ചൊരു പടമുണ്ട്, ഇരട്ട എന്ന് ബ്യൂട്ടിഫുൾ, നല്ല രീതിയിൽ പക്ഷേ ഭയങ്കര ഒരു ഹൈലി കോംപ്ലക്സ്. അതിലിപ്പോ ഈ ജോജുവിന്റെ പ്ലേസിൽ ഇപ്പോഴും മോഹൻലാൽ ആയിരുന്നു അതിൽ ആക്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നെങ്കിൽ അത് ചിലപ്പോ കുറെ കൂടെ പേരും ഇതുമൊക്കെ വരുമായിരുന്നു. മനസ്സിലായില്ലേ? ജോജു ഞാൻ പറഞ്ഞത് ദൃശ്യം എന്നുള്ള മൂവി മോഹൻലാൽ ആക്ട് ചെയ്തു. പക്ഷെ കാരണം മാർക്കറ്റിംഗ് പിന്നെ അവര് 2-3 ഒക്കെ എടുത്തിട്ട് ഈ മോഹൻലാലിന്റെ പേരിൽ തന്നെ ഒരു വലിയ മാർക്കറ്റ് അന്യഭാഷയിലൊക്കെ പോയത്. പക്ഷെ അതുപോലെ പോകേണ്ട സിനിമകളാണ് ഈ നേരത്തെ പറഞ്ഞ മൂവീസ്. അപ്പൊ അത് റീച്ച് എത്താത്തതിന് കാരണം നമ്മള് ലിമിറ്റഡ് ഓഫ് ഈ നടൻ ഉള്ള മാർക്കറ്റ്, ജോർജിന്റെ മാർക്കറ്റ് ഉള്ളല്ലോ, നല്ലൊരു കോണ്ടന്റ് ആയിരുന്നു. അങ്ങനെയുള്ള എഴുത്തുകളും ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഇനി എഴുതാനുള്ള ആൾക്കാർക്ക് ഒരു പ്രേരണയായി മാറത്തുള്ളൂ. പക്ഷെ അതിനിടയ്ക്കാണ് നമ്മൾ ഈ രീതിയിലുള്ള ഈ എമ്പുരാൻ അങ്ങനെയുള്ള ഈ ഹൈപ്പ് കൊണ്ടുവന്നുള്ള മൂവീസ് ഉണ്ടല്ലോ, എപ്പോഴൊക്കെ ഹൈപ്പ് വന്നിട്ടുണ്ട് അതെല്ലാം മിക്കവാറും ഫ്ലോപ്പ് ആയിട്ട് പോയിട്ടുള്ള ഇത് കണ്ടിട്ടുള്ളൂ. ഇതൊരു എക്സെപ്ഷണൽ ഹൈപ്പായിരുന്നു. പക്ഷെ എല്ലാ മേഖലയിലുള്ള ആളുകളെ കൊണ്ടും അത് ഡിസ്കസ് ചെയ്യിപ്പിക്കാൻ പറ്റിയവർക്ക് എനിക്ക് സ്റ്റിൽ ഇറ്റ്സ് എ ഡിസ്കഷൻ ടോപ്പിക്. സോ അപ്പൊ എന്താണ് അനിലണ്ണന്റെ ഒരു ഫ്യൂച്ചർ ഓഫ് സിനിമയെ കുറിച്ചുള്ള അണ്ണന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? ഫ്യൂച്ചർ ഓഫ് സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൂവീസ് ഇപ്പൊ തന്നെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ് സിനിമയുടെ, അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ഒരു ഈ വ്യവസായത്തിന് തന്നെ ഒരു എൻഡിങ്ങിലോട്ട് പോകും ചിലപ്പോൾ. കാരണം ഇതിന് മുൻകാലങ്ങളിലുള്ള ആർട്ട് ഫോംസ് എടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ നാടകം ഒരു കാലത്ത് വളരെ ശോഭിച്ചു നിന്ന സമയമാണ്. അതിന് വ്യൂവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് കാലക്രമേണ നാടകം ചുരുങ്ങുകയും ആസ്വാദകർ മാറുകയും പിന്നെ കഥാപ്രസംഗം കലാകാരന്മാർ പല സിനിമയിലോട്ട് വരികയും അഭിരുചികൾ മാറി. പിന്നെ കഥാപ്രസംഗം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം ഉണ്ടായിരുന്നു. അതിന് ഇഷ്ടം പോലെ കേരളത്തിൽ ഒരുപാട് ആളുകളെ സ്വാധീനിച്ച അങ്ങനെയുള്ള നല്ല കാതികന്മാർ, സാംബശിവൻ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കലാരൂപം ഇനിയും മുന്നോട്ട് പോകുന്ന നമ്മൾ കരുതിയെങ്കിലും അത് കാലക്രമേണ അത് ചുരുങ്ങി, അത് മാറി. പിന്നെ അവസാനം ഇപ്പൊ സിനിമയിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് അതും ഈ രീതിയിൽ പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ചരിത്രമായി മാറും. അതിനുള്ള ഇതുണ്ട്. തിയേറ്ററിലേക്ക് ആള് പോകുന്നതും ഇപ്പോഴത്തെ എക്സ്പെൻസും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അപ്പൊ ഇതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു എന്റർടൈൻമെന്റ് ഇനിയിപ്പോ വരുമായിരിക്കും. വളരെ സോഷ്യൽ മീഡിയ വലിയ ഇൻഫ്ലുവൻസ് ചേഞ്ച് ആണ് വരുത്തിയിരിക്കുന്നത്. യുഗം ഇനിയിപ്പോ വരുമ്പോഴത്തേക്ക് അത് ഈ സിനിമയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഷോർട്ട് ടൈം വ്യൂവിലോട്ട് ആളുകൾ മാറുകയാണ്. ഇപ്പം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ OTT പ്ലാറ്റ്ഫോമിലെ ഈ ഹോളിവുഡ് മൂവീസ് ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജ് മൂവി നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പോണ വ്യൂവർഷിപ്പാണ്. എത്രയാണ് റേറ്റിംഗ് ഉണ്ടെന്ന് നോക്കും. പിന്നെ ഇതിന്റെ വാച്ചിങ് അവേഴ്സ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എവരിബഡി. അപ്പോൾ ഒരു 1.5 ഒരു 130 145 150 ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് പ്ലേ ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് സിനിമ ചുരുങ്ങും. അത് ചുരുങ്ങിയേ പറ്റുള്ളൂ. അത് തിയേറ്ററിൽ നിന്നും ചുരുങ്ങി അവസാനം ഇത് പിന്നെ നമ്മുടെ വീടുകളിൽ കാണുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ട് മാറും. ഈ ഹൈ എക്സ്പെൻസ് അല്ലെങ്കിൽ ആ ഒരു തിയേറ്റർ എന്ന് പറയുന്ന ഒരു വലിയ ഹാളിനകത്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയുള്ള സിനിമ ഇപ്പൊ തന്നെ അങ്ങനെ വളരെ ചുരുക്കം കുറച്ച് ആളുകൾ ഇതിന് ആ ഒരു എക്സ്പീരിയൻസ് ലെവലിലോട്ട് കണ്ടുകൊണ്ട് അത് ന്യൂ ജനറേഷൻ മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇതിനകത്ത് വേണ്ടുന്ന ഫ്ലേവേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഐ ആം സാറ്റിസ്ഫൈഡ് എന്നുള്ളൊരു ഫീലിംഗ്. അപ്പൊ ആ രീതിയിലേക്ക് ചിലപ്പോൾ സിനിമ മാറിയേക്കാം. പിന്നെ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് തോട്ട് എപ്പോഴും ഉണ്ടല്ലോ. ഏതൊരു ആർട്ട് ഫോം ആണെങ്കിലും നമ്മൾ അത് നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വ്യൂവേഴ്സ് സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ചേഞ്ചസ് ഇനിയിപ്പോഴത്തേക്ക് പുതിയ യുഗത്തിൽ വന്നുകൂടായികയുമില്ല. നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് റെവല്യൂഷനൈസ് ചെയ്ത് നമ്മളെ യങ് ജനറേഷനിൽ എനിക്ക് എപ്പോഴും വിശ്വാസമുള്ളതാണ്. കാര്യം അവരിതിലേക്ക് കൂടുതൽ ഇങ്ങനെ വന്ന് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി കാണിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യത്തിലല്ല സിനിമ ഇപ്പോൾ ഉള്ളത്. ആ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ വെറും ബിസിനസ് എന്നുള്ള മാറി കോണ്ടന്റിന് പ്രയോറിറ്റി വരുന്നത് ഷോക്കിംഗ് കണ്ടന്റ് എന്ന് പറയുമല്ലോ. കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്ന സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെയിൻസ് ഇന്ത്യയിലുണ്ട്, യങ് ടാലൻസ് ഉണ്ട്. അപ്പൊ അത് ആ ഫീൽഡിലേക്ക് അവരൊന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിനൊരു ഫ്യൂഷൻ ഓഫ് ഓൾ ജെന്നും കൂടെ ഉണ്ടോ എന്നൊരു സംശയമാണ് കേട്ടോ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് രാജമൗലിയുടെ എനിക്ക് അറിയത്തില്ല, എന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല. രാജമൗലിയുടെ സക്സസ്ഫുൾ ആയ സിനിമകൾ ബാഹുബലി പോലുള്ള കോണ്ടന്റ്സിൽ കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന്റെ ഫാദറിന് കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് റൈറ്റിംഗിൽ. അപ്പം നമുക്കറിയാം ചില ഏരിയാസിലൊരു ആർട്ടിസ്റ്റിക് ലെവൽ അങ്ങോട്ട് അപ്പീൽ ചെയ്യേണ്ട അല്ലെങ്കിൽ അവിടെ എലിവേറ്റ് ചെയ്യേണ്ട സന്ദർഭങ്ങൾ നമ്മൾ സിനിമയിൽ നോക്കിയാൽ അറിയാം. അവിടെയൊക്കെ പെർഫെക്ഷൻ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് ആണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത് ആ സിനിമയ്ക്ക്. അപ്പോൾ അവിടെയൊക്കെ ഒരു പഴയ ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷനും സൈഡിൽ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു ഫ്യൂഷൻ, ഇപ്പം നമ്മൾ കഥകളി പോലുള്ള കലാരൂപങ്ങൾ പണ്ട് കാലത്ത്, അത് ഈ പറഞ്ഞ കലാരൂപങ്ങൾ വെച്ച് നോക്കുമ്പോൾ കഥകളി പല ഓൾഡ് സ്കൂളിലുള്ള പല ആർട്ട് ഫോംസും അങ്ങ് എഡ്ജിലെത്തിയെങ്കിലും ഇന്നും ചില ആളുകൾ അതിനെ വളരെ എന്താ അതിന്റെ സാങ്ക്ടിറ്റിയോട് കൂടി അതിനെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ ചിലപ്പോൾ സർവൈവ് ചെയ്തുകൂടായികയില്ല. അതിനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഈ യങ് ടാലൻസ് അവരുടെ സൈഡ് അവരിതിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇതിൽ മാറ്റം ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പോഴൊരു ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇതിന്റെ മിഡിൽ നിൽക്കുകയാണ്. അവർക്ക് ചാൻസ് ഉണ്ടെങ്കിലും അവർക്ക് അതിലേക്ക് ഒരു ഭയം ഉണ്ട്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ കരിയർ എന്താവും എന്നുള്ളത്, എത്രത്തോളം ഔട്ട്പുട്ട്. അതെ, ആ ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഇൻ ഫ്യൂച്ചർ ഐ സ്ട്രോങ്ലി ബിലീവ് ദിസ് യങ് ടാലൻസ് വിൽ കം ആൻഡ് ദേ ഡോമിനേറ്റ് ദിസ് മീഡിയ. അത് ഒരു വേറൊരു രീതിയിലുള്ള റെവല്യൂഷനിലോട്ട് വരും. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മുടെ ടെക്നോളജിയും വളരും. അപ്പോഴത്തേക്ക് ഗ്ലോബൽ വ്യൂയിങ്ങിനുള്ള ഇന്ത്യൻ സിനിമാസ് എന്തായാലും ഉണ്ടാവും എന്നുള്ള ഒരു ഏറം അതിനൊരു നല്ല എക്സാമ്പിൾ ആണ്. ഞാൻ ഏറം മൂവി ഒരു വലിയ പ്രോസസ്സായിട്ട് എടുത്ത സിനിമയാണ്. ഈ സിനിമകളിൽ പലതിലും ലോങ് പ്രോസസ്സ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഷോർട്ട് സ്പാനിൽ ഒരു ഡയറക്ടറുടെ ഡേറ്റ്സ് മാത്രം ബുക്ക് ചെയ്തുകൊണ്ട് ഇത്ര ടൈമിനുള്ളിൽ ഡ്യൂറേഷനുള്ളിൽ എടുത്തു വെക്കുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും എടുത്തു വെക്കേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ ടൈം വളരെ എന്താ പറയുക, ഒരു കോണ്ടന്റ് ക്രിയേറ്റർക്ക് ഒരിക്കൽ ടൈമിന്റെ ഫ്രീഡം വേണം. അത് കിട്ടാതെ വരുന്നുണ്ട് പല അവസരങ്ങളിലും. അപ്പൊ അങ്ങനെ കിട്ടുന്ന സിനിമ എനിക്ക് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ട ഒരു സിനിമയാണ്. കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മളൊരു പരിമിതി ആയതിന് അപ്പുറത്തോട്ട് ഇത് പോകില്ല എന്ന് വെച്ചു. പക്ഷെ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ചില എഫക്ട്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു 3D ഡിമാൻഡ് ചെയ്യുന്ന 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സിനിമയല്ല. എന്നിട്ട് പോലും ആ ഡയറക്ടർ, ആ കോണ്ടന്റ് ക്രിയേറ്റർ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ചില എലിമെന്റ്സ് ഉണ്ട്. അതൊരു ക്ലാസ് മൂവി, ഒരു ഇന്റർനാഷണൽ അപ്പീലിലോട്ട് അത് കൊണ്ടെത്തിച്ചു. അപ്പൊ അതുപോലുള്ള പറഞ്ഞ കണക്ക് യങ് ടാലൻസ് അപ്പൊ അവർ ആ ടെക്നോളജി ആയിട്ട് ഇവിടെ കേരളത്തിലും വരും. ആ സമയത്ത് നമ്മുടെ ടെക്നോളജി അവരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അമൃത് പറഞ്ഞ പോലെ ഈ സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ കോമ്പിനേഷനിൽ വരണം. അവര് ലൈം ലൈറ്റ് വരാതെ ഈ ടാലൻസിന് സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല മൂവീസ് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സിനിമാ ചരിത്രം ആവട്ടെ ഇനി ഫ്യൂച്ചറിലേക്ക്. അതിന്റെ ഒരു മിഡിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇതൊക്കെ അങ്ങ് മാഞ്ഞു പോവും. സോ വി വിൽ ഹാവ് എ പോസിറ്റീവ് തോട്ട്. സിനിമ വിൽ ഓൾസോ വിൽ ഗെയിൻ ദ ചാം. അത് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും മറ്റൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഡിസ്കഷനായിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. Thank you.